കടുത്ത തണുപ്പും മഞ്ഞും കൊണ്ട് അറിയപ്പെടുന്ന കാനഡ ഇന്ന് കാട്ടുതീയുടെ പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2.59 മില്യൺ ഹെക്ടർ ഭൂമിയാണ് കത്തി നശിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുവാണെങ്കിൽ കേരളത്തിൻ്റെ ഏകദേശം 65% ഭൂമിയോളം വരും. ഇത് കാനഡയെ മാത്രമല്ല ബാധിച്ചിരിക്കുന്നത്, കാനഡയുടെ നെയ്ബറിംഗ് കൺട്രിയായ US-നെ ഇത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്താണ് കാനഡയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. കാട്ടുതീ അതിരൂക്ഷമായിട്ടാണ് കാനഡയിൽ പടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇത് ഒണ്ടാരിയോ എന്ന പ്രൊവിൻസിനെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത്. അതും ഒണ്ടാരിയോയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് കാണപ്പെടുന്നത്. ഒത്തിരി ആളുകളെയും ഒരുപാട് സ്ഥലങ്ങളെയും ഒരുപാട് അനിമൽസിനെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. ഒരു ഫാമിൽ ഏകദേശം 20,000 പിഗ്സാണ് വെന്ത് മരിക്കുകയുണ്ടായത്. തീപിടുത്തത്തേക്കാൾ വലിയ പ്രശ്നമായി മാറുന്നത് അതിൽ നിന്ന് ഉയർന്ന പുകയാണ്. ഈ പുക കാനഡയുടെ തെക്കൻ ഭാഗങ്ങളിലേക്കും അമേരിക്കയിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. ഒണ്ടാരിയോ, ഒട്ടാവ, മോൺട്രിയൽ എന്നിവിടങ്ങൾ, അതായത് കാനഡയിൽ വരുന്ന സ്ഥലങ്ങളാണിതെല്ലാം. അതുമാത്രമല്ല അമേരിക്കയെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ മേജർ സ്ഥലങ്ങളായ ന്യൂയോർക്ക്, ഡെട്രോയിറ്റ്, ഷിക്കാഗോ, വാഷിങ്ടൺ, പിറ്റ്സ്ബർഗ് ഇവിടങ്ങളിൽ എയർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മോശമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. ഇത്രയും ഏരിയ കത്തി നശിച്ചെങ്കിലും ഇതുവരെ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ആളുകളെ അതാത് സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് വീടുകൾ വിട്ടുമാറിയതും. നിരവധി ഫസ്റ്റ് നേഷൻ സമൂഹങ്ങളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരു സംശയം ഉണ്ടാകും, എന്തുകൊണ്ടാണ് കാനഡയിൽ ഇത്രയും വലിയ കാട്ടുതീകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന് നിരവധി കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും കാലാവസ്ഥ തന്നെയാണ്. രണ്ടാമത് നമുക്കെല്ലാവർക്കും അറിയാം, സമ്മറിലെന്ന് പറഞ്ഞാൽ കാനഡയിൽ ക്യാമ്പിംഗ് ഒരു വലിയൊരു വിനോദമായിട്ട് കൊണ്ട് നടക്കുന്നൊരു സീസൺസാണ്. ആ സമയത്ത് നമ്മൾ ക്യാമ്പ് ചെയ്യുമ്പം നമ്മൾ ചെയ്യുന്ന ബാർബിക്യൂ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ക്യാമ്പ് ഫയർ അത് പൂർണ്ണമായിട്ട് അണയ്ക്കാതിരിക്കുക, അതായത് മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്ന ഫയേഴ്സ്, പിന്നെ സിഗരറ്റ് വലിച്ചെറിയുന്ന ഇതെല്ലാം കാരണമാണ് ഫയേഴ്സ് ഉണ്ടാകുന്നത്. മറ്റൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് തന്നെ വരുന്ന ശക്തമായ ഇടിമിന്നൽ, അതായത് സമ്മേഴ്സിൽ ഇവിടെ മഴയും കൂടെ വരുമ്പോഴത്തേക്കും ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകാറുണ്ട്. കാനഡയുടെ ഫോറസ്റ്റ് ഏരിയ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം രാജ്യത്തിൻ്റെ തന്നെ 40% ഏരിയ ഫോറസ്റ്റാണ്. അപ്പം ഇങ്ങനത്തെ പ്രകൃതി ദുരന്തങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളും വരുമ്പോഴത്തേക്കും ഈ ഫോറസ്റ്റ് ഫയർ വരുമ്പോൾ അത് പടർന്ന് കത്താനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. ഇനി കനഡിയൻ ഗവൺമെൻറ് എന്താണ് ഇതിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഫയേഴ്സ് നിർത്താൻ വേണ്ടി എന്താണ് അവർ മെഷേഴ്സ് എടുത്തിരിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ആദ്യം തന്നെ ഗവൺമെൻറ് പറയുന്നതെന്ന് പറഞ്ഞാൽ വൈൽഡ് ഫയർസ് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റില്ലെന്നാണ്. അതായത് റിമോട്ട് ഏരിയകളിലൊക്കെ ഫയർ നടക്കുന്നിടത്തൊക്കെ എത്തിപ്പെടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ ഫയർസ് പൂർണ്ണമായിട്ടും ഫയർ ഫൈറ്റേഴ്സിന് നിർത്താൻ പറ്റത്തില്ല. എന്നാൽ ആൾവാസമുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ആൾവാസമുള്ള സ്ഥലത്തേക്ക് ഫയർ പടരും എന്ന് വരുന്ന ആ മേഖലകളെല്ലാം അവർ ഓൾറെഡി കൺട്രോൾ ആക്കി കഴിഞ്ഞു. അതിന് വേണ്ടിയായിട്ട് അവർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രെയിൻഡ് ആയിട്ടുള്ള ഫയർ ഫൈറ്റേഴ്സ്, നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ഫയർ ഫൈറ്റേഴ്സിനെയും ഹെലികോപ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്മോൾ എയർക്രാഫ്റ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് തീ അണയ്ക്കാനുള്ള പ്രക്രിയ ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ബുൾഡോസേഴ്സ് വഴി നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഫോറസ്റ്റിൽ ഏരിയാസിൽ വലിയ ഒരു കുഴി പോലെ ക്രിയേറ്റ് ചെയ്ത്, അതായത് ഇപ്പം അനിമൽസിൻ്റെ ശല്യം വരാതിരിക്കാനും അല്ലെങ്കിൽ തീ അപ്പുറത്തോട്ട് പടരാതിരിക്കാനും ഒരു ബൗണ്ടറി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നിലവിലെ കാട്ടുതീ കാരണം കാനഡയിലെയും അമേരിക്കയിലെയും ഒരുപാട് നഗരങ്ങളിലെ വായുമലിനീകരണം, അതായത് AQI ഇൻഡെക്സ് മോശമായി തുടരുകയാണ്. എന്നാൽ സാധാരണ ദിവസങ്ങളിൽ കാനഡയിലെ വായുവിൻ്റെ ഗുണനിലവാരം ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ കാട്ടുതീ ഇല്ലാത്ത സമയങ്ങളിൽ കാനഡയിലെ മിക്ക നഗരങ്ങളിലും വായു മറ്റു പല രാജ്യങ്ങളിലേക്കാളും വളരെ ശുദ്ധമാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് ഒരു രാജ്യത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.